അനുഭൂതിസാന്ദ്രമായ അനുഭവങ്ങൾ നിറഞ്ഞതാണ് ലക്ഷദ്വീപിലെ മീലാദുന്നബി ആഘോഷം. സഫർ 1 മുതൽ ദ്വീപ് നിവാസികൾ മീലാദുന്നബിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. പള്ളികളും പാഠശാലകളും മീലാദിനെ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചുള്ള ആലോചനകൾക്കാണ് 1 മാസം മുന്നേയുള്ള ഈ തയ്യാറെടുപ്പ്. നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മൗലിദുകൾക്കാണ് ദ്വീപ് ഒരുങ്ങുന്നത്. റബീഉൽ അവ്വൽ 1 ആരംഭിച്ചാൽ റബീഉൽ ആഖിർ 10 വരെ നീണ്ടു നിൽക്കുന്ന ഈ മൗലിദ് കാലം തന്നെയാണ് ദ്വീപുകാരുടെ ഏറ്റവും വലിയ ആഘോഷം. വലിയ മൗലിദ് എന്നറിയപ്പെടുന്ന ഷറഫുൽ അനാം മൗലിദാണ് ഈ ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത്. എല്ലാ വീടുകളിലും മൗലിദ് ചൊല്ലുന്നതാണ് ഇവിടുത്തെ പതിവ്. വീട്ടുകാർ മാത്രം വട്ടമിരുന്ന് ചൊല്ലുന്നതിന് പകരം പള്ളിയിൽ നിന്ന് ഉസ്താദിനെ വിളിച്ചു വരുത്തി ചൊല്ലിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. നല്ല ഭക്ഷണവും അന്നേ ദിവസം തയ്യാറാക്കി വയ്ക്കും. ഒരു ദിവസം തന്നെ നിശ്ചിത ഇടവേളകളിലായി അനേകം മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കും. എന്നാലേ നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ വീട്ടുകാർക്കും മൗലിദ് സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ചില വീടുകളിൽ ആദ്യത്തെ 30 ദിവസം മാത്രമേ ഇത്തരം സദസ്സുകൾ ഉണ്ടാകുകയുള്ളൂ. റബീഉൽ അവ്വൽ 12 വരെയെങ്കിലും മൗലിദ് ചൊല്ലാത്ത വീടുകൾ ദ്വീപിലില്ല. അത്രയ്ക്ക് പ്രവാചക സ്നേഹമാണവർക്ക്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രാത്രി പ്രഭാഷണമാണ് മറ്റൊരു വിശേഷം. സമാപന ദിവസം പ്രഭാഷകനെ ഒരു വീട്ടിൽ നിന്ന് സമ്മാനങ്ങളും മറ്റും നൽകി വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ് പതിവ്. പുറത്താക്കൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. മീലാദുന്നബി ദിവസം പ്രഭാതത്തിനു മുമ്പ് തന്നെ പള്ളികളിൽ നിന്ന് മൗലിദുകളും ബൈത്തുകളും ചൊല്ലിത്തുടങ്ങും. ദ്വീപിലെ മുഴുവൻ മനുഷ്യരും അത്യധികം ആനന്ദത്തോടെയും ഉന്മേഷത്തോടെയുമാണ് ഇവയെല്ലാം നിർവഹിക്കുന്നത്. കടമത്ത് ദ്വീപിൽ മറ്റു ചില വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്. മീലാദുന്നബി രാവിൽ രാത്രി 8 മണി മുതൽ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന പ്രകീർത്തന സദസ്സൊരുക്കും. ഷറഫുൽ അനാം മൗലിദ് തന്നെയാണ് പ്രധാന പ്രകീർത്തനം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വാഹനജാഥയാണ്. പിന്നീട് നടക്കുന്ന വലിയ റാലിയുടെ വിളംബരം കൂടിയാണ് ഈ വാഹനജാഥ. ഏതാണ്ട് 9 മണി സമയത്ത് നാട്ടിലെ ഖാദിമാർ പതാക ഉയർത്തും. ഇതിനായി ഖാദിമാരെ വീട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയുമുണ്ട്. പരമ്പരാഗത ദഫ്ഫകമ്പടിയോടെയാണ് ഈ സ്വീകരണ ചടങ്ങ്. നാട്ടുകാർ കഴിഞ്ഞ 1 വർഷക്കാലം മുഹമ്മദ് നബിയുടെ പേരിൽ നേർച്ചയാക്കിയ തുകകൾ കൊടിമരത്തിന് താഴെ പ്രത്യേകം വിരിച്ച മുസല്ലയിൽ നിക്ഷേപിക്കും. പിന്നീടാണ് വലിയ റാലി. പ്രവാചക പ്രകീർത്തനങ്ങൾ പറഞ്ഞ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാലി വലിയ ആവേശമാണിവിടെ. എല്ലാവർക്കുമുള്ള ഭക്ഷണം ഓരോ വീട്ടിലുമെത്തും. പുരുഷന്മാർക്ക് അന്നത്തെ ഭക്ഷണം പള്ളിയിലാണ്. ശേഷം വിദ്യാർത്ഥികളുടെ കലാമത്സര പരിപാടികളും നടക്കും. അമിനി ദ്വീപിൽ ഈ നേർച്ചത്തുക സ്വീകരിക്കാൻ ബുർദ ചൊല്ലി ഒരു സംഘം വീടുകളിലേക്ക് ചെല്ലുന്ന പതിവുണ്ട്. റബീഉൽ അവ്വൽ 12 വരെ ഓരോ ദിവസവും റാലികൾ നടക്കുന്ന രീതിയുമുണ്ട് ആന്ത്രോത്ത് ദ്വീപിൽ. ലക്ഷദ്വീപിന്റെ മണ്ണും മനുഷ്യരും നബിദിനത്തെ ഇങ്ങനെയൊക്കെയാണ് വരവേൽക്കുന്നതും മനോഹരമാക്കുന്നതും.